രമേശ് ചെന്നിത്തല സപ്പോർട്ട് ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രമേശ് ചെന്നിത്തല സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടതുമാണല്ലോ. കേരളത്തിൻ്റെ ഉന്നതനായ ഒരു നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്, KPCC പ്രസിഡൻ്റായിരുന്നു, AICC വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ ഈ പാർട്ടിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു അദ്ദേഹത്തോട് തെളിയിക്കാനായിട്ട്, വെല്ലുവിളിക്കുന്നു. CPM ആയിട്ട് ഗൂഢാലോചനയുണ്ടെങ്കിൽ ഞാൻ ശിരസ് മുണ്ടനം ചെയ്ത് KPCCക്ക് സമർപ്പിക്കുന്നതാണ്. ലതിക സുഭാഷിനെ പോലെ കരഞ്ഞോണ്ടല്ലോ കേട്ടോ, ചിരിച്ചോണ്ട്. ഈ സിമ്മി റോസ്ബൽ ജോണിനോട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള പേടി കൊണ്ട് CPMനെ കൂട്ടുപിടിച്ചാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ബാക്കിയൊക്കെ വാലാട്ടികളാണല്ലോ, സ്തുതിപാഠകരാണല്ലോ ഇപ്പോഴത്തെ വനിതാ നേതൃത്വം. അപ്പോൾ അതുകൊണ്ട് സിമ്മി റോസ്ബൽ ജോണിനെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ചങ്കുറപ്പില്ലാത്തതുകൊണ്ടായിരിക്കും CPMനെ കൂട്ടുപിടിച്ചെന്നാണ് ഈ പാവപ്പെട്ട എനിക്ക് തോന്നുന്നത്. അല്ലേ, ഈ കാലത്ത് ഞാനൊരു മോർണിംഗ് എനിക്ക് കാലിന് ലിഗമെന്റിന് ചെറിയ പൊട്ടലുണ്ട്. അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ മുഴുവൻ ചാനലുകാരാണ്. എൻ്റെ പെർമിഷൻ ഇല്ലാതെയും ഒരാൾ മാത്രം എന്നോട് ചോദിച്ചു, അതിരാവിലെ ആയതുകൊണ്ട് 7 മണി ആയതുകൊണ്ട്. ബാക്കി ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും പേരെ കണ്ട് ഞെട്ടിപ്പോയി. അപ്പോൾ എന്നോട് ചെയ്തത് ഒരു അനീതിയാണ് എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമല്ല, ഈ കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങൾക്കും, മാധ്യമ പ്രവർത്തകർക്കും തോന്നിയതുകൊണ്ടാണല്ലോ ഈ സാധുവിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇത്രയും ചാനലുകാർ വന്നിരിക്കുന്നത്. എൻ്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ലല്ലോ. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ ഉമാ തോമസിനെതിരെ വോട്ട് ചെയ്തിട്ടേ ആ വോട്ട് ചെയ്തത് LDFനാണെന്നുള്ള, LDF കാൻഡിഡേറ്റിന് വോട്ട് ചെയ്തിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ LDFൻ്റെ കൺവീനർക്ക് അയച്ചു കൊടുത്തതോ? അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ആ തെറ്റ് ചെയ്തവരോട് ചോദിക്കുക, അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. പിന്നെ കഴിഞ്ഞ വയനാട് ക്യാമ്പിൽ വെച്ചിട്ട് 1.5 മാസം മുമ്പ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞായിട്ട് ഇന്നലെ TV-യിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇപ്പം ഞാൻ പറയുകയാണ്. ദൈവം എന്നെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചതാണത്. ഈ KPCCയിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറയാൻ കൊള്ളില്ല, ലജ്ജാകരമാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അന്വേഷിക്കണം. എന്താണിപ്പോൾ അവിടെ നടക്കുന്നത്? ഞങ്ങളുടെ സീനിയേഴ്സും എല്ലാവരും, റോസക്കുട്ടി ടീച്ചറും ലതിക സുഭാഷും സാക്ഷാൽ ശ്രീ K. കരുണാകരൻ്റെ മകളൊക്കെ 10-22 വർഷം അവിടെ പ്രവർത്തിച്ചിട്ട് ഞങ്ങളാരും അവിടെ ഒന്നും കണ്ടിട്ടില്ല. ഷഹിദ കമാൽ ഞങ്ങളെ കണ്ടിട്ടില്ല. അദ്ദേഹത്തോട് വ്യക്തമാക്കാൻ പറയണം. അദ്ദേഹം അവിടെ എന്താ കണ്ടതെന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ ബാച്ചിലുള്ള ആരും കണ്ടിട്ടില്ല. ഇപ്പോൾ പുതിയതായിട്ട് ഈ 2-3 വർഷം മുമ്പ് നിങ്ങൾ ആരെങ്കിലും ജെബി മേത്തറിനെ ഇപ്പോൾ ഇവിടെ വന്ന ഡൽഹിയിൽ നിന്ന് വന്ന News 24 ഒരു അംബുജൻ എന്ന് പറഞ്ഞ റിപ്പോർട്ടർ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഡൽഹിയിലാണ്. ഈ 2 വർഷം മുമ്പ് വരെ ഈ ജെബി മേത്തർ എന്ന് പറഞ്ഞൊരു ലീഡർ കേരളത്തിലുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞില്ല എന്ന്. മഹിളാ കോൺഗ്രസ് പ്രസിഡൻ്റായപ്പോൾ പറഞ്ഞു. പിന്നെ ഈ 42 വർഷം കേരളത്തിലെ ഒരു വനിതയോടും കാണിക്കാത്ത നീതി നിഷേധം ഈ വനിതയ്ക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അത് 2 കേന്ദ്രമന്ത്രിമാരും 2 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരും ഇരുന്ന കസേര ന്യായമായിട്ടും എറണാകുളത്ത് ജോർജ് ഈഡൻ്റെ മോന് കൊടുത്തപ്പോൾ ഇപ്പോൾ മക്കൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ AK ആൻ്റണി ഇരുന്ന രാജ്യസഭാ സീറ്റ് അനിൽ ആൻ്റണീനെ പുകച്ച് പുറത്തേക്ക് അടിക്കാതെ അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു. അതൊരു മര്യാദ. അല്ലെങ്കിൽ K. കരുണാകരൻ രാജ്യസഭാംഗമായിരുന്നു. അന്ന് ആ സീറ്റ് AK ആൻ്റണി സാറിനാണ് കൊടുത്തത്. അത് പത്മജ വേണുഗോപാൽ അന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം 15 വർഷമായിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ട്. KPCC വൈസ് പ്രസിഡൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണോ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടിരിക്കുമ്പോൾ എന്നറിയില്ല. അത്രയും ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടല്ലോ അവർക്കൊക്കെ കൊടുക്കായിരുന്നു. അപ്പോൾ ഈ അംബുജൻ പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി. 2 കൊല്ലം കൊണ്ട് രാജ്യസഭ കിട്ടുന്നു ഇപ്പം ഈ KPCCയിൽ. അപ്പോൾ ക്ഷമിക്കണം. ഓക്കെ. അതുപോലെ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നേതാവിനെ ഒരു 10 വർഷമായിട്ടെങ്കിലും അറിയാവോ? അപ്പോൾ അവരെന്നെ സസ്പെൻഡ് ചെയ്യാൻ മാത്രം, എനിക്കെതിരെ പരാതി കൊടുക്കാൻ മാത്രം അവരുടെ ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ഈ പാർട്ടിയിൽ നടക്കുന്നത്? ഞങ്ങൾക്കൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കണ്ടേ? ഞങ്ങളൊക്കെ നേതാക്കന്മാരുടെ ഇഷ്ടം എന്താ പറയുക, ഗുഡ് ബുക്കിൽ വന്നാൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എന്താണ് ഇത് നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് എന്താണ്? അന്തസ്സും അഭിമാനവും ആഭിജാത്യമുള്ള പൊതുപ്രവർത്തകരുണ്ട്. മുൻ മന്ത്രി M. കമല മുതൽ സാവിത്രി ലക്ഷ്മണൻ മുതൽ കേരളത്തിലെ ലീലാ ദാമോദര മേനോൻ 42 വർഷം മുമ്പ് രാജ്യസഭയിൽ പോയതാണ്. ഇല്ലേ? എത്ര ആദരവോടെയാണ് നമ്മൾ അവരെയൊക്കെ കാണുന്നത്? എത്ര ആദരവോടെയും ബഹുമാനത്തോടെയാണ് നമ്മൾ കാണുന്നത്? ഇന്ന് സീനിയേഴ്സിനെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യേണ്ട, അവരെ ചവച്ചരച്ച് അവരുടെ മുഖത്തേക്ക് തുപ്പരുത് പ്ലീസ്.
എനിക്ക് ജെബി മെത്രോട് ഒരു ചെറിയ അഭ്യർത്ഥനയാണ്.